നമസ്കാരം. ലേഡീസ് അവറിലെ പ്രണവ സെഗ്മെന്റിലേക്ക് സ്വാഗതം. ഇന്ന് ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണത്തിന് നമ്മളോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യൻ ശ്രീ KV സുഭാഷ് തന്ത്രികളാണ്. അദ്ദേഹത്തിന് നമുക്ക് ഈ സെഗ്മെന്റിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. കഴിഞ്ഞ എപ്പിസോഡുകളിൽ നമ്മൾ പറയുണ്ടായി ജ്യോത്സ്യത്തോട് തന്നെ വിശ്വാസമില്ല എന്നൊരിത് സാറ് പറയുണ്ടായി. എന്താണ് സാറിന് അങ്ങനെ പറയാനുണ്ടായ സാഹചര്യം? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ജ്യോതിഷം തന്നെ പലരും പല രീതിയിലാണ് പഠിച്ചു വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ തന്നെ ഞങ്ങളുടെ ഗുരുനാഥൻ പഠിപ്പിച്ച ഒത്തിരി ശിഷ്യന്മാരുണ്ട്. ഞങ്ങൾ വ്യത്യസ്തമായ ശൈലിയുമായിട്ട് പോകുന്നവരാണ്. അപ്പോൾ ഈ ശിഷ്യന്മാർ പോലും ഞങ്ങളുടെ ഗുരു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഞങ്ങളുടെ ഗുരുനാഥനെ കൊണ്ട് പൂജ ചെയ്യിച്ചവരുണ്ട്, പൂജ ചെയ്യിക്കാത്തവരുണ്ട്, പിന്നെ പൂജയിൽ വിശ്വാസമില്ലാത്തവരുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ ജ്യോതിഷത്തിൽ വിശ്വാസമുള്ളവരായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ഗുരുനാഥനെ കൊണ്ട് അവർ പൂജ ചെയ്യിച്ചിരിക്കും. കാരണം അവർ പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പോൾ മറ്റുള്ളവർക്ക് എല്ലാം ശരിയാക്കി കൊടുക്കും, നന്നാക്കും എന്ന് പറയുന്ന ജ്യോത്സ്യന് ഈ പ്രൊഫഷനിൽ അല്ലെങ്കിൽ ഗുരുവിന് വിശ്വാസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തോണ്ട് അവരുടെ വീട്ടിൽ പൂജ ചെയ്യിക്കണം. അപ്പോൾ അത് തന്നെ ഒന്നാമത്തെ ഒരു കാരണം. പിന്നെ ഇത് തന്നെ ഞാനൊരു ജ്യോതിഷ സംഘടന, പ്രശസ്തമായൊരു ജ്യോതിഷ സംഘടനയുടെ ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിട്ട് വർക്ക് ചെയ്താണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഇവർക്കൊന്നും ജ്യോതിഷത്തിൽ ഒരു വിശ്വാസമില്ല. അതായത് അവരുടെ ധർമ്മദേവതാ ക്ഷേത്രം എവിടെയെന്ന് ചോദിച്ചിട്ട് പോലും അവർക്ക് അറിഞ്ഞുകൂടാ. പിന്നെ മരണകർമ്മത്തിൻ്റെ പ്രസക്തി വെച്ചപ്പോൾ ഇതൊന്നും അവർക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമുക്ക് തോന്നിയത് എന്താ വെച്ചാൽ ഇവർ ഒരു ജീവനോപാധിയായിട്ട് ഇത് കൈകാര്യം ചെയ്യുന്നു എന്നല്ലാതെ കണ്ടിട്ട് ഇത് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ ഒരു ശാസ്ത്രവും ഒരു സത്യവുമാണ്. അതായത് മറ്റുള്ളവരൊക്കെ എങ്ങനെ വെല്ലുവിളിച്ചാലും ഇത് നിലനിൽക്കുന്ന ഒരു ശാസ്ത്രമാണെന്ന് അവർക്ക് സമർത്ഥിക്കാൻ സാധിക്കുന്നില്ല. അതിൻ്റെ ഉദാഹരണം തന്നെ ഞങ്ങളുടെ ഗുരുനാഥൻ പഠിപ്പിച്ച ശിഷ്യന്മാർ തമ്മിൽ ഇപ്പോൾ വാട്സപ്പൊക്കെ ഉള്ളതുകൊണ്ട് ആശയവിനിമയം നടത്തുമ്പോൾ അതിൻ്റെ മെസ്സേജൊക്കെ എനിക്ക് കയറി വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് തന്നെ നമ്മൾ മുമ്പ് ശനിയെ കുറിച്ച് പറഞ്ഞതിൽ ഈ ശിഷ്യന്മാർ തമ്മിൽ ആശയവിനിമയം നടത്തുന്നത് തന്നെ ശനി 8ലേക്ക് വരുമ്പോൾ എല്ലാവരും കരുതിയിരിക്കുക, വളരെ കഷ്ടപ്പാടായിരിക്കും, ദുരിതമായിരിക്കും, ഇനിയുള്ള കാലം 2.5 വർഷം കരുതിയിരിക്കാനാണ് പറയുന്നത്. അപ്പോൾ നമുക്കത് വായിക്കുമ്പോൾ ഒരു അതിശയം തോന്നണം. കാരണം ഈ പഠിപ്പിച്ച ഗുരു മരിച്ചു കഴിഞ്ഞപ്പോൾ ഗുരു കൊടുത്തതെല്ലാം പോയി കഴിഞ്ഞു. അപ്പോൾ അവർക്ക് പോലും അതിൽ ധൈര്യമില്ല. പിന്നെ വേറൊരു സംഭവം, നമ്മളുടെ രീതി അനുസരിച്ച് കന്നിമാസം ആയില്യം മുതൽ ഇടവ് 10 വരെയാണ് സർപ്പം ഉണർന്നിരിക്കുന്ന ഒരു കാലഘട്ടം. പിന്നെയുള്ള ഈ ഇടവ് 10 മുതൽ കന്യായില്യം വരെയുള്ള കാലഘട്ടം സർപ്പം സുഷുപ്തിയിലിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ സർപ്പ പൂജകളൊന്നും വിധിക്കുന്നില്ല, ചെയ്യുന്നില്ല. ഇത് എൻ്റെ ഞങ്ങളുടെ കൂടെ പഠിച്ച് ഒരുമാതിരി കൈകാര്യം ചെയ്യുന്ന ഒരു ആചാര്യൻ, പുള്ളി ഗുരുവൊക്കെ മരിച്ചു കഴിഞ്ഞപ്പോൾ, ഗുരു ഉണ്ടായിരുന്ന കാലം വരെയൊക്കെ ഗുരു പറഞ്ഞെല്ലാം കേൾക്കുമായിരുന്നു. മരിച്ചു കഴിഞ്ഞപ്പോൾ ആളുടെ ഭവനത്തിൽ സർപ്പമൊക്കെ ഉണ്ട്. ആ സർപ്പത്തിനെ പ്രതീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഏതാണ്ട് കർക്കിടക മാസത്തിലാണ് ഈ കർണാടകയിൽ നിന്ന് അടികൾ എന്ന് പറയുന്ന ഒരു ഭാഗത്ത് കൊണ്ടുവന്ന് അവരുടെ വീട്ടിൽ ഇത് പ്രതിഷ്ഠിച്ചു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഗുരു മരിച്ചു കഴിഞ്ഞപ്പോൾ ഗുരു പഠിപ്പിച്ചതെല്ലാം അവിടെ തീർന്നു കഴിഞ്ഞു. അപ്പോൾ ഈ ജ്യോത്സ്യന് വല്ല വിശ്വാസമുണ്ടോ? ഇല്ല, തിരുമുമ്പിൽ സേവയായിരുന്നു. അത്രേ ഉള്ളൂ. അതെ അതെ, തിരുമുമ്പിൽ കളി എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് പറയാനുള്ളത്, ഇപ്പോൾ നമ്മളൊക്കെ ചെയ്യുന്ന എങ്ങനെയാണെന്ന് വെച്ചാൽ ഗുരു പഠിപ്പിച്ചത് മന്ത്രമായാലും തന്ത്രമായാലും അതെല്ലാം പരിപൂർണമായിട്ട് സത്യമാണെന്ന് നമുക്ക് പരിപൂർണ്ണ വിശ്വാസമുണ്ട്. അവർ ചെയ്തു കൊടുക്കുന്നവരോട് പറഞ്ഞു തന്നെ കൊടുക്കുന്നത്. അതായത് ഒരു മന്ത്രം തന്നിട്ടുണ്ടെങ്കിൽ പോലും ആ മന്ത്രം ജപിച്ച് ഇത്ര ഒരു ജപിച്ചു കൊടുത്താൽ അതിന് ഫലം ഉണ്ടാകും 100% ഉറപ്പോടുകൂടി നമ്മൾ ചെയ്തു കൊടുക്കുന്നത്. അപ്പം ഗുരുവിൽ പരിപൂർണ്ണ വിശ്വാസം, ഗുരു വെറുതെ വന്നതല്ലല്ലോ. അപ്പം അതുപോലും വിശ്വാസമില്ലാതെ കൈകാര്യം ചെയ്യുന്ന, അതായത് ഇപ്പം ഞങ്ങളുടെ ഗുരുനാഥൻ പഠിപ്പിച്ച ജ്യോത്സ്യന്മാരൊക്കെ നല്ല രീതിയിൽ ഇത് കൈകാര്യം ചെയ്യുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരുമാതിരി പേർക്ക്, നല്ല പ്രാവീണ്യമുള്ളവരൊക്കെ കൈകാര്യം ചെയ്യുന്ന ഒരുപാടുള്ള ദുരിതങ്ങളെല്ലാം പലരെയും തീർക്കാൻ പറ്റും. പക്ഷേ ഇവരൊന്നും കൈകാര്യം ചെയ്യുന്നില്ല. അവർക്കെല്ലാം ഭയമാണ്. കാരണം മറ്റുള്ള ജ്യോത്സ്യന്മാർ പറയുന്നത് നമ്മൾ പറയുന്നത് കുറേ വ്യത്യാസമുണ്ട്. ഈ വ്യത്യാസത്തിനെ അതിജീവിക്കാനായിട്ട് ഇവർക്ക് ധൈര്യമില്ല. അവരെല്ലാം കണ്ടിന്യൂ ചെയ്തു വന്നൊരു പ്രോസസ് ഉണ്ട്. അതിൽ നിന്ന് മാറി ഒരു വ്യക്തിത്വം അല്ല, അതിന് ഗുരുവിൻ്റെ അടുത്തുനിന്ന് വേറെ പഠിച്ചല്ലോ. പഠിച്ചു വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും ഏതാണ് ശരി ഏതാണ് തെറ്റ് ഇതെല്ലാം മാറി ചിന്തിച്ചു പോകാം. അപ്പം അതിനുള്ള ധൈര്യം അവർക്കില്ല. പിന്നെ അതിൽ ഗുരുവിനോട് വിശ്വാസമില്ല. ഗുരുവിനോട് വിശ്വാസം ഉണ്ടായിരുന്നെങ്കിൽ തീർച്ചയായിട്ടും, അതിനൊരു ഉദാഹരണം, ഞങ്ങളുടെ ഒരു സംഘടനാ മീറ്റിങ്ങിൻ്റെ ഇടയ്ക്ക് ഒരാൾ പുതിയ വീട് വെച്ചൊരു ജ്യോത്സ്യനാണ്, പ്രശസ്ത ജ്യോത്സ്യനാണ്. അദ്ദേഹം വീട് വെച്ച് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് എന്തോ ഒരു സംശയം പോലെ ചോദിച്ചു. ആൾക്കൊരു ദോഷപരിഹാരം ഉണ്ടോ, ചെയ്യണം. ആൾ പൂജയും ചെയ്യില്ല, ജ്യോതിഷം നോക്കുള്ളൂ. അപ്പോൾ ഞാൻ ആളോട് ചോദിച്ചു, വീടിൻ്റെ അടുക്കളയൊക്കെ ഏത് ഭാഗത്താണെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു തെക്ക് കിഴക്ക് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു അങ്ങനെ തെക്ക് കിഴക്ക് അങ്ങനെ ഒരു ശാസ്ത്രം ഇല്ലല്ലോ, അത് ശരിക്കും വടക്കിഴക്ക് ഈശാനകോണിലല്ലേ വരണ്ടേ. അപ്പോൾ സാറ് പഠിപ്പിച്ചത് അങ്ങനെയുള്ള, പിന്നെ എന്താ തെറ്റിച്ചെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു ഞാൻ ബുക്കിലാണ് നോക്കിയെന്ന് പറഞ്ഞു. ഗുരു പഠിപ്പിച്ചത് അവിടെ വിസ്മൃതിയിലായി. പിന്നെ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇനി ഒന്നും ചെയ്യാനില്ല, അത് പൊളിച്ച് വടക്കിഴക്കിലേക്ക് മാറ്റണമെന്ന് പറഞ്ഞു ആളോട്. അപ്പോൾ ആൾ കുറച്ച് നേരം അങ്ങനെ ആലോചിച്ച് നോക്കി, വേറെ ഒന്നും പറഞ്ഞില്ല. അപ്പോൾ നമുക്ക് തോന്നിയത് എന്താണ്, അപ്പോൾ ഈ ഗുരുനാഥൻ ഇത് പഠിപ്പിച്ചിട്ട് ആ ശിഷ്യൻ പോലും ഇത് കൈകാര്യം ചെയ്യുന്നില്ല. അതായത് അയാൾക്ക് സ്വന്തം വീട് അയാൾ പണിത് കഴിഞ്ഞപ്പോൾ അയാൾ തെറ്റിച്ചു. അപ്പോൾ പിന്നെ മറ്റേ ആൾക്ക് അയാൾ പറഞ്ഞു കൊടുക്കും.
ഇതേ തെറ്റ് തന്നെയാണ് ഒരാൾ വന്നാലും പറഞ്ഞു പറഞ്ഞു കൊടുക്കുന്നത്. കൊടുക്കുന്നത് പഠിച്ച് കിട്ടിയത് അറിവ് മറന്നു. അതേപോലെ തന്നെ വേറൊരു ശിഷ്യത്തി, ഇതും എല്ലാം പ്രഗത്ഭര് തന്നെയാണ്. ഈ ശിഷ്യത്തി അവരുടെ ജ്യേഷ്ഠൻ്റെ മകൾക്ക് കല്യാണം ആലോചിച്ചപ്പോൾ 3-ാം കൂറ് തൃക്കേട്ട നക്ഷത്രത്തിന് തിരുവോണ നക്ഷത്രം കൊടുത്തു. അപ്പോൾ അത് കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മളോട് ഇതൊരു സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അത് പാടണ്ടോ, ശരിക്കും 3-ാം കൂറല്ലേ, അടി ഒഴിഞ്ഞിട്ട് കുട്ടികൾ തമ്മിലൊരു ജീവിതം ഉണ്ടാവും. അപ്പോൾ അവർ തിരിച്ച് ഉടനെ പറഞ്ഞൊരു ചോദ്യമാണ്, നമ്മുടെ ഗുരുനാഥൻ മാത്രമേ ഇങ്ങനെ പറയുന്നുള്ളൂ, വേറെ ബുക്കുകളിലൊന്നും പറയുന്നില്ല. അപ്പോൾ സ്വന്തം കാര്യത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ അതുപോലും നോക്കാനുള്ള ത്രാണിയില്ലാത്ത ഇവരെയൊക്കെ നമ്മൾ ഈ ജ്യോതിഷത്തിൽ വിശ്വാസമുണ്ട്, ജ്യോത്സ്യൻ പരിപൂർണ വിശ്വാസിയാണ് എന്ന് പറയുമ്പോൾ ഇതിലെന്തെങ്കിലും സത്യമുണ്ടോ? ഒരു സത്യമില്ല. ഇപ്പം എൻ്റെ അടുത്തൊക്കെ പൊരുത്തത്തിന് വരുമ്പോൾ നമ്മൾ ഈ പാർട്ടിനോട് അത്ര കണ്ട് പറഞ്ഞ് മനസ്സിലാക്കും, നിങ്ങളിങ്ങനെ ചെയ്യരുത്, നിങ്ങളുടെ കുട്ടിയുടെ ഭാവിയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ സ്റ്റാഫൊക്കെ പറയുന്നത്, സാറിന് വേറെ പണിയൊന്നുമില്ല, സാറിൻ്റെ മകളൊന്നും ഇല്ലല്ലോ, കെട്ടിച്ചു കൊടുത്ത് ഇത്ര അവർ തർക്കിക്കുന്നു, പിന്നെ ഇതാണ് ഗുണം അതാണ് ഗുണം എന്ന് പറയേണ്ട കാര്യമുണ്ട്. അവർ ചാടാനുള്ളവർ ചാടും, ചാടാനുള്ളവർ നമുക്ക് തടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നമ്മുടെ വാക്കിയിട്ട് അവർ പോകും. അപ്പോൾ ആ സമയങ്ങളിലെല്ലാം അവരപ്പുറത്തുള്ള സ്വത്ത്, പയ്യൻ്റെ സൗന്ദര്യം, പിന്നെ ജോലി, ഇതിനാണ് പ്രാധാന്യം. അതിനാണ് വില. ഇത് കല്യാണം കഴിയുന്ന നിമിഷം മുതൽ വിലയെല്ലാം മാറിക്കഴിഞ്ഞു, ജീവിതമായി. ഇപ്പൊ ചിലർ പൊരുത്തം നോക്കിയിട്ട് അതിലെന്തെങ്കിലും പോരായ്മ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പരിഹാരങ്ങളൊക്കെ ചെയ്തിട്ട് ആ ചേർക്കാൻ പറ്റാത്ത ജാതകം തന്നെ ചേർത്ത്. അങ്ങനെ ഒരിക്കലും ചേർക്കാൻ പറ്റാത്ത ജാതകത്തിന് പ്രത്യേകിച്ച് ഒരു പരിഹാരമില്ല. അനുഭവമാണ്, അനുഭവം തന്നെ അനുഭവിച്ച് തീർക്കാം. അല്ലാതെ കണ്ട് അതിന് വേറെ പൂജകളും പരിഹാരം എന്ന് പറഞ്ഞാൽ ജീവിതകാലം മുഴുവൻ പൂജയും പരിഹാരമായിട്ട് നടക്കുമ്പോൾ അങ്ങനെയുള്ളവർക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല ഒരു പ്രൊഫഷൻ പൂജ പഠിക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ വേറെ ആൾക്ക് പൈസ കൊടുത്ത് പൂജ ചെയ്യണ്ട, അവർക്ക് സ്വയം ചെയ്യാം. അപ്പോൾ അത് വെറുതെ ആവശ്യമില്ലാതെ അബദ്ധത്തിൽ ചെന്ന് ചാടിയിട്ട്, അതായത് ട്രെയിനാണ് വരുന്നത്, നമ്മളതിന് വട്ടം മുറിഞ്ഞു കഴിഞ്ഞാൽ, ട്രെയിന് തല വെച്ച് കഴിഞ്ഞാൽ അതിന് പരിഹാരം ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനെന്താണ് നമ്മൾ മറുപടി പറയുക? കാരണം ട്രെയിൻ കയറി കഴിഞ്ഞാൽ തല അറിഞ്ഞു പോകും, അതിന് വല്ല പരിഹാരം ഉണ്ടോ? അറിഞ്ഞുകൊണ്ട് തല വയ്ക്കുകയാണ്. അപ്പോൾ നമ്മളിതൊക്കെ എത്ര കണ്ട് പറഞ്ഞു കൊടുത്താലും ആ സമയത്ത് ഇവർ പറയുന്ന ഡയലോഗുകളാണ്. ഇപ്പോൾ എൻ്റെ അടുത്തൊക്കെ അങ്ങനെ ഒത്തിരി പേര് തർക്കിക്കാറുണ്ട്. തർക്കിക്കുമ്പോൾ നമ്മൾ ശരിയെന്നാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ, പക്ഷേ ഇതെല്ലാം കഴിഞ്ഞു പോയി 3 മാസം കഴിയുമ്പോൾ വീണ്ടും വരും നമ്മുടെ അടുത്ത് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ, പ്രശ്നപരിഹാരം. അപ്പം മുമ്പ് പറഞ്ഞ ആളോട് ചോദിച്ചോളാം പറയും, നമുക്കറിഞ്ഞൂടാന്ന് പറയും. നമ്മൾ നിങ്ങളോട് അന്ന് പറഞ്ഞത് വേണ്ട, എത്ര വലിയ മിടുക്കനായാലും ആ മിടുക്കൻ്റെ മിടുക്ക് അവിടെ വരെയുള്ളൂ, നിങ്ങളുടെ സന്താനം. അതുകൊണ്ട് നിങ്ങളുടെ സന്താനം, നിങ്ങളുടെ ജീവിതം, ഈ കുട്ടികൾക്കും സൗകര്യം ഉണ്ടാവില്ല, നിങ്ങൾക്കും ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം സമാധാനക്കേടായിട്ട് അവിടെ തുടങ്ങുകയാണ്. അപ്പോൾ ഇത് വേണ്ടാന്നല്ലേ മുമ്പ് പറഞ്ഞതെന്ന് ചോദിക്കും. അപ്പോൾ അവർ പറയും, ഞങ്ങൾ അവിടെ പോയി വലിയ സ്ഥലമായിരുന്നു, പുള്ളി കുഴപ്പമില്ല എന്ന് പറഞ്ഞു, മറ്റേയാളും കുഴപ്പമില്ല എന്ന് പറഞ്ഞു, 5 പേരെ കാണിച്ചു, 5 പേരും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഈ പറഞ്ഞവരെല്ലാം അവർക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അവർക്ക് കുഴപ്പമില്ല എന്ന് അവർ പറഞ്ഞു, പക്ഷെ നമുക്ക് കുഴപ്പമുണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ പറ്റുന്ന അബദ്ധങ്ങളിലൊക്കെ ചാടി കഴിഞ്ഞിട്ട് പിന്നീട് പൂജ പരിഹാരം എന്ന് പറഞ്ഞതിലൊന്നും യാതൊരു അർത്ഥമില്ല. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുക. കാരണം നമ്മൾ വീണ് കഴിഞ്ഞു, ഇനിയുള്ള കാലത്ത് തോണി രണ്ടും കൂടി തുഴഞ്ഞ് തന്നെ എത്തണം. പിന്നെ ചെയ്യാവുന്നത് കുടുംബക്ഷേത്രത്തിൽ വഴിപാട് ചെയ്യാം, ഐകമത്യ സൂക്തം ചെയ്യാം, അതേപോലെ ഗുരുവായൂർ കൃഷ്ണനെ വഴിപാട് ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറേ മാറ്റങ്ങൾ വരും. ഐക്യമത്യ സൂക്തത്തിന് അത്രയും പ്രാധാന്യം ഉള്ളതാണോ? അത്ര കണ്ട് പ്രാധാന്യമില്ല. ഒരു 10-20 രൂപയുടെ പുഷ്പാഞ്ജലി മാത്രമേ ഉള്ളൂ. അതിന് കണ്ട് അത്ര പ്രാധാന്യമൊന്നുമില്ല. ഇതിൻ്റെ ഏറ്റവും കണ്ട് പ്രാധാന്യമുള്ളത് കുടുംബക്ഷേത്രത്തിലെ വഴിപാട് തന്നെയാണ്. നമുക്ക് അബദ്ധങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മളുടെ ധർമ്മദേവതയാണ്. ഏതബദ്ധത്തിൽ ചാടിയാലും നമ്മളെ കരകയറ്റേണ്ടത്, അതായത് നമ്മളുടെ പാരൻസ്, അവരാണ് ഈ പിതൃവും ധർമ്മദേവതയും. അപ്പോൾ ഈ ധർമ്മദേവതയും പിതൃവും വിചാരിച്ചാലാണ് നമ്മളുടെ അബദ്ധങ്ങളിൽ ചാടുന്നതിൽ നിന്ന് നമ്മളെ വിലക്കും. അതേപോലെ തന്നെ ചാടിക്കഴിഞ്ഞാലും നമ്മളുടെ മക്കൾക്കൊരു അബദ്ധം പറ്റി നമ്മളുടെ പാരൻസ് അവരെ മുന്നോട്ട് നയിക്കുന്ന പോലെ തന്നെയാണ് ഈ ധർമ്മദേവത എന്ന് പറയുന്ന സംഭവമാണ് പിന്നീടുള്ള കാലങ്ങളിലെല്ലാം നമുക്ക് തുണയായിട്ട് വരേണ്ട ആൾ ധർമ്മദേവതയാണ്. അതെ. അപ്പോൾ അതുകൊണ്ട് ഈ ചേരാത്ത നാളിലൊക്കെ ചെന്ന് ചാടിക്കഴിഞ്ഞിട്ട് പിന്നീട്, അതായത് ഇതിൻ്റെ അനുഭവം കിട്ടിയവർക്കൊക്കെ മനസ്സിലാവും ഈ സംഭവം എല്ലാം. ഇപ്പോൾ പലരും വിളിച്ചു ചോദിക്കാണ്ട് നമ്മളോട്, ചാടിക്കഴിഞ്ഞു ഇനി എന്താ പരിഹാരം ചോദിക്കും. നമ്മളത് ഇനി അനുഭവം അനുഭവിച്ച് തീർക്കുക, പിന്നെ ആദ്യം ക്ഷമിക്കാൻ പഠിക്കുക. അപ്പോൾ അവർ ചോദിക്കും പിന്നെ എന്ത് ചെയ്യണം, അത് ശീലമാക്കാം. അപ്പോൾ പിന്നെ അതിൻ്റെ പരിഹാരം കിട്ടി കഴിഞ്ഞു. ശീലമായില്ല, വേറെ മാർഗമൊന്നുമില്ല. അതായത് പണ്ട് കാലങ്ങളിൽ ഇങ്ങനെയുള്ള പൊരുത്തമില്ലായ്മ വന്നിരുന്നാലും കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നതുകൊണ്ട് ഒരാളെങ്കിൽ മറ്റൊരാളെ ആശ്വസിപ്പിക്കാനുണ്ടായിരുന്നൊരു കാലഘട്ടമായിരുന്നു. അപ്പോൾ അന്നത്തെയും ഇന്നത്തെയും പൊരുത്തത്തിലുള്ള വ്യത്യാസം നമ്മൾ മുമ്പൊരു എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. പൊരുത്തം നോക്കുമ്പോൾ പണ്ട് കൂട്ടുകുടുംബ വ്യവസ്ഥയായിരുന്നതുകൊണ്ട് ദമ്പതികൾ തമ്മിൽ വഴക്കുകൂടി മാറിപ്പോയാലും അവിടെ മുത്തശ്ശിയും അമ്മ, അച്ഛൻ, അമ്മാവൻ, അങ്ങനെ ഒത്തിരി പേരുണ്ട് ആശ്വസിപ്പിക്കാനും എല്ലാത്തിനും മാർഗങ്ങളുണ്ടായിരുന്നു. ഇന്ന് അണുകുടുംബമാണ്, അവരവരുടെ വീട്ടിൽ അവരവരും കുട്ടികളും മാത്രമേ ഉണ്ടാവുള്ളൂ. ഈ സമയത്ത് ഈ പൊരുത്തത്തിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അപ്പോൾ പലർക്കും പറ്റുന്ന അബദ്ധം ഈ മനപ്പൊരുത്തം എന്ന് പറയുന്ന സാധനമാണ് ഏറ്റവും വലിയ പൊരുത്തം എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്നുണ്ട്, അത് സത്യം തന്നെയാണ്. പക്ഷെ മനപ്പൊരുത്തം വരണമെങ്കിൽ
നക്ഷത്ര പൊരുത്തം വരണം. അല്ലെങ്കിൽ പ്രേമിച്ച് നടക്കുന്ന ദമ്പതികൾ തമ്മിലായിരിക്കണം ഏറ്റവും കൂടുതൽ മനപ്പൊരുത്തം ഉണ്ടാവേണ്ടത്. അവർ തമ്മിലുള്ള ഡിവോഴ്സാണ് ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അപ്പോൾ പിന്നെ നമുക്ക് ഈ ശാസ്ത്രം എന്ന് പറയുന്ന നമ്മളെ വെല്ലുവിളിക്കുന്ന, അതായത് ഇപ്പോൾ ശാസ്ത്രവും ഇതൊരു സാമ്പ്രദായിക ശാസ്ത്രവും ശാസ്ത്രവും തമ്മിലുള്ള മത്സരം. അപ്പോൾ ഈ ശാസ്ത്രത്തോട് നമ്മൾ തിരിച്ചു ചോദിക്കുന്നത്, ഇങ്ങനെ പ്രേമിച്ച് കഴിയുന്നവരെ പ്രേമിച്ച് കല്യാണം കഴിച്ച് കഴിയുമ്പോൾ പിന്നെ അവർ തമ്മിൽ വഴക്കുണ്ട കാര്യമുണ്ടോ? ഏറ്റവും കൂടുതൽ രണ്ടുപേരും തമ്മിൽ അവരുടെ പരസ്പരം സ്വഭാവം എല്ലാം മനസ്സിലാക്കിയിട്ടാണ് അവർ വരുന്നത്. അല്ലാതെ വരുന്ന രണ്ട് കുടുംബങ്ങളിൽ നിന്ന് വരുന്നവരാകുമ്പോൾ അഭിരുചികളൊന്നും അറിഞ്ഞുകൂടാ, അതുകൊണ്ട് പ്രശ്നങ്ങളുണ്ടാവാം. ഈ എല്ലാം അറിഞ്ഞിട്ട് വരുമ്പോൾ തേനും ചക്കരയായിട്ട് വന്നവർ അവർ തമ്മിൽ ഈ ഈഗോ പ്രശ്നങ്ങളും അതേപോലെ പൊരുത്തമില്ലായ്മ വരുമ്പോൾ അപ്പോൾ പിന്നെ മനപ്പൊരുത്തം എവിടെ പോയി? അപ്പം പിന്നെ മനപ്പൊരുത്തം എന്ന് പറയുന്നത്, മനപ്പൊരുത്തം വരണമെങ്കിൽ തീർച്ചയായിട്ടും അതിന് നക്ഷത്രപ്പൊരുത്തം അനിവാര്യമാണ്. അപ്പം അത് നമ്മൾ തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും നേരം നമുക്ക് വേണ്ടി ജ്യോതിഷത്തിലുള്ള പ്രശ്നപരിഹാരങ്ങളെല്ലാം പറഞ്ഞു തന്ന് സാറിന് നന്ദി അറിയിക്കുകയാണ്. അടുത്തൊരു സംശയ നിവാരണവുമായി അടുത്ത എപ്പിസോഡിൽ കാണുന്നത് വരെ നമസ്കാരം.